എടാ അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഏതായിരുന്നു? ബേസിക് മാത്സ് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ അകത്തെ അടുത്ത കാര്യം എന്താണ്? ബേസിക് മാത്സിൽ അടുത്ത കാര്യം നമുക്ക് പഠിക്കാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്ക്വയേഴ്സ് അല്ലെങ്കിൽ വർഗങ്ങൾ, അതാണ് പഠിക്കാനുള്ളത്. സ്ക്വയർ അല്ലെങ്കിൽ വർഗം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സിമ്പിൾ സാധനം അല്ലേ. ഇപ്പോൾ ഒന്നിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ മേളിൽ ഇങ്ങനെ രണ്ട് എഴുതുന്നതിനെയാണ് സ്ക്വയർ അല്ലെങ്കിൽ വർഗം എന്ന് പറയുന്നത്. കേട്ടല്ലോ, ഒന്നിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് തവണ ഗുണിക്കുക. ഒന്നിനെ രണ്ട് കൊണ്ട് ഗുണിക്കുക എന്നല്ല, ഒന്നെന്ന് പറയുന്ന നമ്പർ രണ്ട് തവണ ഗുണിക്കുക. അപ്പോൾ ആൻസർ എത്ര കിട്ടൂടാ? രണ്ടെന്ന് കിട്ടും. കേട്ടല്ലോ, രണ്ടിൻ്റെ സ്ക്വയർ കൊണ്ട് സൂചിപ്പിക്കുന്നത് രണ്ടെന്ന് പറയുന്ന നമ്പർ രണ്ട് തവണ ഗുണിക്കുക. അപ്പോൾ എത്ര കിട്ടും? 4. മൂന്നിൻ്റെ സ്ക്വയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂന്നെന്ന് പറയുന്ന നമ്പർ രണ്ട് തവണ ഗുണിക്കുക. 3 × 3 എത്രയാണ്? 9. 8ൻ്റെ സ്ക്വയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് 8 എന്ന് പറയുന്ന നമ്പർ രണ്ട് തവണ ഗുണിക്കുക. അപ്പോൾ എത്ര കിട്ടും? 64 കിട്ടും. ഇതിനെയാണ് വർഗം അല്ലെങ്കിൽ സ്ക്വയേഴ്സ് എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട സാധനമാണ്. അപ്പോൾ ശ്രദ്ധിച്ചിരുന്നോളാം, നമുക്ക് ഒരു ഇപ്പോൾ നിങ്ങൾ 10ലാണെങ്കിലും +1 +2 ഇനി അതല്ല 7, 8, 9 ആണെങ്കിലും നമുക്ക് ഈ വർഗങ്ങൾ അല്ലെങ്കിൽ സ്ക്വയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1 മുതൽ 20 വരെയുള്ള നമ്പറുകളുടെ സ്ക്വയറുകൾ അറിഞ്ഞിരിക്കണം. അത് കഴിഞ്ഞ് വേറൊരു ചെറിയ സാധനം കൂടിയുണ്ട്, ശ്രദ്ധിച്ചോളേ. നോക്കി, ഒന്ന് പറയാൻ നോക്കി. 1ൻ്റെ സ്ക്വയർ 1 ആണ്, 2ൻ്റെ സ്ക്വയർ 2 × 2 4 ആണ്, 3ൻ്റെ സ്ക്വയർ 3 × 3 9 ആണ്, 4ൻ്റെ സ്ക്വയർ 4 × 4 16 ആണ്, 5ൻ്റെ സ്ക്വയർ 5 × 5 25 ആണ്, 6ൻ്റെ സ്ക്വയർ 6 × 6 36 ആണ്, 7ൻ്റെ സ്ക്വയർ 7 × 7 49 ആണ്, 8ൻ്റെ സ്ക്വയർ 8 × 8 64 വരും, 9ൻ്റെ സ്ക്വയർ 81 ആണ്, 10ൻ്റെ സ്ക്വയർ എത്രയാടാ? 100 ആണ്. ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങൾക്ക് ടേബിൾ അറിയാമെങ്കിൽ ഇത് കൃത്യമായിട്ട് അറിയാൻ പറ്റും. കേട്ടല്ലോ, നമുക്കൊരു 20 വരെയുള്ളത് അറിഞ്ഞിരിക്കണം. കാര്യം 10ലൊക്കെ നമുക്ക് 10ലും +1 പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻസിൻ്റെ അകത്ത് ഉപയോഗിക്കാനേ വരുള്ളൂ. 10ലൊക്കെ നിങ്ങൾക്ക് എന്താണ് 10ാം ക്ലാസ്സിലൊക്കെ പുതിയ ചാപ്റ്റേഴ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ്, പോളിനോമിയൽസ്, ഇങ്ങനെ കുറേ ചാപ്റ്ററുകളുണ്ട്. ആ ചാപ്റ്ററുകളിലൊക്കെ ഇത് അത്യാവശ്യമാണ്. കേട്ടല്ലോ, അപ്പോൾ ഇനി വേഗം ഇതുകൂടി പറഞ്ഞേക്കാം. എന്താണ് അടുത്തത്? ശ്രദ്ധിച്ചോ, 11ൻ്റെ സ്ക്വയർ വേണം. 11ൻ്റെ സ്ക്വയർ 121 ആണ്, 12ൻ്റെ സ്ക്വയർ 144 ആണ്, 13ൻ്റെ സ്ക്വയർ 169 ആണ്, 14ൻ്റെ സ്ക്വയർ 196 ആണ്, 15ൻ്റെ സ്ക്വയർ 225 ആണ്, 16ൻ്റെ സ്ക്വയർ 256 ആണ്, 17ൻ്റെ സ്ക്വയർ 289 ആണ്, 18ൻ്റെ സ്ക്വയർ 324 ആണ്, 19ൻ്റെ സ്ക്വയർ 361 ആണ്, 20ൻ്റെ സ്ക്വയർ 400 ആണ്. എല്ലാം വന്നില്ല. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, അപ്പോൾ ഇത്രയും സ്ക്വയറുകൾ അല്ലെങ്കിൽ വർഗങ്ങൾ അറിഞ്ഞിരിക്കണം. കേട്ടല്ലോ, ഇനി ഇത് പറയാനുള്ള കാര്യം, ഇത് ഇത്രയും സമയമെടുത്ത് ഇത്രയും പറയാനുള്ള കാര്യം, നമുക്ക് ഇത് കഴിഞ്ഞൊരു സാധനം പഠിക്കാനുണ്ടാവും. ഇത് ശ്രദ്ധിച്ചോ, 5ൻ്റെ സ്ക്വയർ എത്രയാണ്? 25. അപ്പോൾ നമ്മൾ പറയും 5ൻ്റെ ആരാടാ 25? 5ൻ്റെ വർഗമാണ് 25 അല്ലെങ്കിൽ സ്ക്വയർ ആണ് 25 എന്നൊന്ന് പറയും. കേട്ടല്ലോ, തിരിച്ച് ഈ 25ൻ്റെ ആരാണ് 5? തിരിച്ച് 25ൻ്റെ ആരാണ് 5? നോക്കി, ഇപ്പൊ ഞാൻ എൻ്റെ അച്ഛനെ കൊണ്ടുവന്ന് അടുത്ത് നിർത്തിയിട്ട് പറയുവാണ് ഇതെൻ്റെ അച്ഛനാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനാണ് അദ്ദേഹം, അല്ലെ? തിരിച്ച് അച്ഛൻ എന്നെ നോക്കിയിട്ട് പറയുമോ ഇതെൻ്റെ അച്ഛനാണെന്ന്? അല്ല. തിരിച്ച് ഞാൻ അച്ഛൻ പറയുവാണെങ്കിൽ എന്ത് പറയണം? ഇതെൻ്റെ മോനാണെന്ന് പറയണം, അല്ലെ? ഇതുപോലെ 5ൻ്റെ വർഗം സ്ക്വയർ ആണ് 25. തിരിച്ച് 25ൻ്റെ ആരാടാ 5? തിരിച്ച് 25ൻ്റെ സ്ക്വയർ റൂട്ടാണ് അല്ലെങ്കിൽ വർഗമൂലം എന്ന് പറയും. എന്താണ്? 25ൻ്റെ സ്ക്വയർ റൂട്ടാണ് 5. അപ്പൊ ശ്രദ്ധിച്ചോളാം, അത് എഴുതുന്നത് ഇങ്ങനെയാണ്. 5ൻ്റെ വർഗം അല്ലെങ്കിൽ സ്ക്വയർ ആണ് 25. 25ൻ്റെ സ്ക്വയർ റൂട്ടാണ്, അത് സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, സ്ക്വയർ റൂട്ട് അല്ലെങ്കിൽ വർഗമൂലം. അതായത് 25 ആരുടെ സ്ക്വയർ ആണെന്നാ ചോദിച്ചിരിക്കുന്നത്. ആരുടെ സ്ക്വയർ ആടാ? 5ൻ്റെ സ്ക്വയർ, അല്ലെ? ഇതുപോലെ നോക്കി, 6ൻ്റെ സ്ക്വയർ ആണ് അല്ലെങ്കിൽ വർഗമാണ് 36.
അങ്ങനെയാണെങ്കിൽ 36ന്റെ റൂട്ട് എടുത്താൽ അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് എടുത്താൽ വർഗമൂലം എടുത്താൽ എത്ര കിട്ടൂടാ? 6 വരും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? സിമ്പിൾ ആയിട്ട് ഒരെണ്ണം കൂടി പറയാം. 10ന്റെ സ്ക്വയർ ആണ് അല്ലെങ്കിൽ വർഗമാണ് 100. അതുപോലെ 100ന്റെ വർഗമൂലം എടുത്താൽ സ്ക്വയർ റൂട്ട് എടുത്താൽ എത്ര വരും? 10 വരും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇത്രേ ഉള്ളൂ, സിമ്പിൾ പരിപാടി. കേട്ടല്ലോ? അപ്പോൾ അടുത്തത് നമ്മൾ സ്ക്വയർ റൂട്ട് അല്ലെങ്കിൽ വർഗമൂലമാണ് പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കിയേ, ഇവിടെ എല്ലാ നമ്പറുകൾക്കും വർഗമൂലം ഉണ്ടാവുമോ? ഇല്ല. കാര്യം എന്താ? ഇപ്പൊ നോക്കിയേ, ഞാൻ പറയുവാണ് ഈ 1ന്റെ വർഗമൂലം സ്ക്വയർ റൂട്ടാണ് 1. തിരിച്ച് 4ന്റെ സ്ക്വയർ റൂട്ട്, ഇതേ ശ്രദ്ധിച്ച്, 4ന്റെ സ്ക്വയർ റൂട്ടാണ് 4 ആരുടെ സ്ക്വയർ ആണ്? 2. അടുത്തത് 5ന്റെ നമുക്കറിയാവോ? ഇല്ല. 6ന്റെ നമുക്കറിയാവോ? ഇല്ല. 7ന്റെ നമുക്കറിയാവോ? ഇല്ല. പിന്നെ നമുക്ക് വരുന്ന അടുത്ത വർഗം ഏതാണ്? സ്ക്വയർ ഏതാണ്? 9. അതിൻ്റെ 3 പറയും. അപ്പോൾ എല്ലാ നമ്പറുകളുടെയും സ്ക്വയർ റൂട്ട് നമുക്കറിയില്ല. ഇവിടെ ഈ വർഗമായിട്ട് വരുന്ന സ്ക്വയർ ആയിട്ട് വരുന്ന നമ്പറുകളുടെ മാത്രമേ നമുക്കറിയാവുള്ളൂ. അത് നമ്മളൊന്ന് എഴുതുവാണ്. ഇതേ ശ്രദ്ധിച്ചോ, 1ന്റെ സ്ക്വയർ റൂട്ട് അല്ലെങ്കിൽ വർഗമൂലമാണ് 1. 4ന്റെ സ്ക്വയർ റൂട്ട് അല്ലെങ്കിൽ വർഗമൂലമാണ് 2. 2ന്റെ സ്ക്വയർ ആണ് 4. അടുത്തത് നോക്കിയോ, അടുത്ത പിന്നെ ഏതാ വരുന്നത്? 3ന്റെ ആണ്. 3ന്റെ 9 വരണം. 9 വരുമ്പോഴാണ് 3 വരുന്നത്. അടുത്ത 4ന്റെ ആണ് വേണ്ടത്, അതായത് 16ന്റെ റൂട്ട് അല്ലെങ്കിൽ സ്ക്വയർ റൂട്ടാണ് 4. അടുത്തത് 25ന്റെ റൂട്ടാണ് എത്ര? 5. അടുത്തത് 36ന്റെ റൂട്ടാണ് 6. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ്, ശ്രദ്ധിച്ചോ. 7ന്റെ ഏതാടാ? 49ന്റെ സ്ക്വയർ റൂട്ടാണ് 7. അടുത്തത് 64ന്റെ സ്ക്വയർ റൂട്ടാണ് 8. അടുത്തത് 81ന്റെ സ്ക്വയർ റൂട്ടാണ് 9. അടുത്തത് 100ന്റെ സ്ക്വയർ റൂട്ടാണ് 10. അടുത്തത് 121ന്റെ സ്ക്വയർ റൂട്ടാണ് 11. അടുത്തത് 144ന്റെ സ്ക്വയർ റൂട്ടാണ് 12. ഇത്ര ഓക്കെ ആയല്ലോ. അതായത് ഇതിൻ്റെയൊക്കെ സ്ക്വയറുകളാണ് ഇപ്പുറത്ത് വന്നിരിക്കുന്നത്. അടുത്ത നോക്ക്, സിമ്പിള്. 12 വരെ എഴുതി. 13 എന്ന് പറയുന്നത് 169ന്റെ ആയിരുന്നു അല്ലേ? അപ്പൊ 169ന്റെ സ്ക്വയർ റൂട്ടാണ് 13. അടുത്തത് എത്രയാണ്? 196ന്റെ സ്ക്വയർ റൂട്ടാണ് 14. അടുത്തത് 15 അല്ലേ? 225ന്റെ സ്ക്വയർ റൂട്ടാണ് 15. അടുത്തത് 256ന്റെ സ്ക്വയർ റൂട്ടാണ് 16. അടുത്തത് 289ന്റെ സ്ക്വയർ റൂട്ടാണ് 17. അടുത്തത് എത്രയാണ്? 324ന്റെ സ്ക്വയർ റൂട്ടാണ് 18. പിന്നെ ഏതായിരുന്നടാ? 361ന്റെ സ്ക്വയർ റൂട്ടാണ് 19. ലാസ്റ്റ് 400ന്റെ സ്ക്വയർ റൂട്ടാണ് 20. ഓക്കെ അല്ലേ? ഇത്രയും സ്ക്വയറുകളും സ്ക്വയർ റൂട്ടുകളും നമ്മൾ അറിഞ്ഞിരിക്കണം. പഠിച്ചിരിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. ഇതേ നോക്കൂ, 8ന്റെ സ്ക്വയർ അല്ലെങ്കിൽ വർഗമാണ് 64 എങ്കിൽ 64ന്റെ വർഗമൂലം അല്ലെങ്കിൽ സ്ക്വയർ റൂട്ടാണ് തിരിച്ച് 8. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആയല്ലോ. ഇത്രയും പഠിച്ചാൽ മതി. ഓക്കെ, എളുപ്പമല്ലടാ? ഭയങ്കര എളുപ്പം.